അധ്യാപകരുടെയും പുസ്തകത്തിന്റെയും സഹായത്തോടുകൂടി നടത്തുന്ന ഒന്നായിട്ടാണ് പഠനത്തെക്കുറിച്ച് പണ്ടുള്ളവരുടെ ധാരണ. ക്ലാസ് മുറികൾ ഹൈടെക് ആവുന്നതോടുകൂടി നാടകവും നൃത്തവും സിനിമയും ഉൾപ്പെടെ നിരവധി സംഘപ്രവർത്തനങ്ങളിലൂടെ പഠനം മുന്നോട്ടു പോവുകയാണ്. കോട്ടയം ജില്ലയിലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമേലിയിലെ കുട്ടികൾ എന്തൊക്കെ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സ്വാഗതം ചെയ്യാം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഇനി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. മതമൈത്രിയുടെ സംഗമഭൂമിയാണ് എരുമേലി. ആ പുണ്യഭൂമിയിലെ പ്രശസ്തമായ വിദ്യാലയമാണ് സെന്റ് തോമസ് HSS എരുമേലി. 1979 ഈ സ്കൂൾ സ്ഥാപിതമായത്. സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ സ്കൂളിലെ അക്കാഡമിക നിലവാരത്തിലെ മെച്ചപ്പെടുത്തലുകളും അതുപോലെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളും സാങ്കേതിക മികവും ഗവേഷണാത്മക പ്രവർത്തനങ്ങളുമാണ് ഞങ്ങളെ ഹരിത വിദ്യാലയത്തിൽ പ്രത്യേകം പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഒത്തിരി കാര്യം ഞാൻ ഇതിൽ നോട്ട് ചെയ്തു നിങ്ങളുടെ വീഡിയോയിൽ. അതായത് നല്ലൊരു ബാൻഡ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ? ബാൻഡിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇപ്പോൾ? വെരി ഗുഡ്. ഡ്രമേജർ ആണോ അതോ ലീഡർ? ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാനായിരുന്നു എൻ്റെ സ്കൂളിലെ ഡ്രമേജർ. ഓക്കെ, ലീഡർ. പക്ഷെ ഇങ്ങനൊരു ഫോർമേഷൻ ഞങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഓക്കെ, വണ്ടർഫുൾ ഫോർമേഷൻസ്. പിന്നെ നിങ്ങളുടെ സ്കൂൾ യൂണിഫോം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേറൊരു കാര്യം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല നിങ്ങളുടെ സ്കൂളിൽ അതിനു വേണ്ടി ഒരു കോഴ്സ് ഉണ്ട്, ഫാഷൻ ടെക്നോളജി. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. നല്ലൊരു സ്കൂൾ. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസും കുറച്ച് ഹൈ ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയാനുണ്ട്. ബാക്കി ചോദ്യങ്ങൾ അതൊക്കെ ഞങ്ങളെ അറിയിക്കുന്നത് ജഡ്ജസ് ആണ്. ചോദിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ആദ്യമായിട്ട് അക്ബർ മാഷ്. ഈ എരുമേലി എന്നുള്ള പേര് ഈ പേട്ട തുള്ളൽ എന്നതുപോലെ തന്നെ മറ്റൊരു രീതിയിലും എൻ്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞിട്ടുണ്ട്. അത് ഒരു എഴുത്തുകാരൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. അൽഫോൻസ തോമസ് ആരാണ് ആ എഴുത്തുകാരൻ? ശ്രീ എരുമേലി പരമേശ്വരൻ പിള്ള. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒരെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട്, പെണ്ണെന്നാണ് അതിൻ്റെ പേര്. നോവലാണ്. ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. പിന്നെ ഹെഡ് മാസ്റ്റർ ഇവിടെ പറഞ്ഞു ഈ ക്ലാസ് റൂമൊക്കെ എന്താണ് വളരെ നല്ല നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളതാണ് എന്ന്. എങ്ങനെയാണ് ഷിഫ ഹബീബ് ആ സജ്ജമാക്കിയത്? ഇതിൻ്റെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നിങ്ങളെ സ്കൂളിന് മാത്രമുള്ള ഒരു സജ്ജീകരണം എന്താണ്? ഞങ്ങളുടെ നല്ല ക്ലാസ് റൂമാണ്, വലിപ്പവും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അനേകം ചാർട്ടുകളും പിള്ളേർക്ക് പഠിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചാർട്ടിൽ എഴുതി തൂക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അധ്യാപകരാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഞങ്ങളെ. ഓ, ഇതൊന്നും മറ്റൊരു സ്കൂളിലും ഇല്ല. അതല്ല സാർ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ പറ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് തന്നെ അല്ലേ? ശരി. ഈ ഓരോ ക്ലാസ്സിനും എല്ലാ വിഷയങ്ങൾക്കും കയ്യെഴുത്ത് മാസിക എന്ന് എഴുതി കണ്ടു. അത് എങ്ങനെയാണ് അമീന അക്ബർ? എല്ലാ വിഷയങ്ങൾക്കും കയ്യെഴുത്ത് മാസിക ഇല്ല. ഓരോ ക്ലാസ്സിലും കയ്യെഴുത്ത് മാസിക തയ്യാറാക്കാറുണ്ട്. ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കയ്യെഴുത്ത് മാസിക തയ്യാറാക്കി. ബയോസ്പെക്ട്രം എന്നാണ് അതിന്റെ പേര്. അതിൽ
ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ച് കവിതകളും പിന്നെ ലേഖനങ്ങളും പിക്ചറുകളും ഒക്കെ ഒത്തിരി ഉണ്ട്. അമീന പിന്നെ കവിതയൊക്കെ എഴുതാറുണ്ടോ? ഞാൻ കവിത എഴുതാറില്ല. എന്താ എഴുതാറുള്ളത്? എനിക്ക് കവിത എഴുതാൻ അറിയില്ല, മാപ്പിളപ്പാട്ടൊക്കെ പാടും. പാടുവോ? എന്നാ ഞങ്ങള് മാപ്പിളപ്പാട്ട് കേൾക്കട്ടെ. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഒരു നൂറുള്ള ഇഹപര നബിയാം ഹബീബുള്ള ഇറയോന്റെ കനിയേ സല്ലല്ലാ. ശരി. ഈ സഹകരണ പഠനവും സഹവർത്തിത പഠനവും പിന്നെ വേറെ ഒന്നുകൂടി കണ്ടു, സമസംഘ പഠനം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകില്ലേ? എന്താ ഇത് കേസ്? പണ്ടാരോ പറഞ്ഞ പോലെ പഠിക്കുന്നതിനുമില്ല ഒരു പരിധി. അതെന്തൊക്കെയാണ് അത് കേസ്? അറിവ് നിർമ്മിച്ചെടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. തീർച്ചയായും അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 രീതികളാണ് ഒരു തെറ്റായ സങ്കല്പം ആദ്യം മാറ്റണം. അറിവ് നേടുകയല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അറിവ് ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ബഹുമുഖമായ വികാസമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠ്യപരിഷ്കരണ പദ്ധതിയൊക്കെ പരിഷ്കരിച്ച് അറിവ് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന 3 രീതികളാണ് നമ്മളിവിടെ പറഞ്ഞത്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ സ്കൂളിൽ നടപ്പിലാക്കിയ ഗവേഷണ സ്വഭാവമുള്ള നൂതന പഠന ബോധന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ എഴുതാൻ പറയുമ്പോൾ അധ്യാപകർ വ്യക്തിഗതമായി നടപ്പിലാക്കിയതായിട്ട് 20 എണ്ണമാണ് കാണുന്നത്. ഇത് ശരിക്കും ഗവേഷണ പ്രവർത്തനങ്ങളാണോ അതോ പഠന പ്രവർത്തനങ്ങളാണോ? പലപ്പോഴും പല സ്കൂളുകൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാതെ രണ്ടും ഒന്നായിട്ട് തെറ്റിദ്ധരിക്കുക. പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത് തരം ഗവേഷണങ്ങളാണ് നടത്തിയത്? പ്രത്യേകിച്ചും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷിൽ ഒരു ഗവേഷണാത്മക പ്രവർത്തനമാണ് നടപ്പിലാക്കിയതെന്ന്, ഗവേഷണ സ്വഭാവമുള്ള ഒരു പഠന പ്രവർത്തനമാണ് നടപ്പിലാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വിധത്തിലാണ് അത് നടപ്പിലാക്കിയത്? അഥവാ എന്തായിരുന്നു അതിൻ്റെ ആ ഗവേഷണത്തിൻ്റെ ലക്ഷ്യം? ഇംഗ്ലീഷിലൊരു മാഗസിൻ തയ്യാറാക്കിയായിരുന്നു. ആ മാഗസിനിലെ കുട്ടികളെ ലേഖനങ്ങൾ. അതിലൂടെ എന്ത് തരം ഗവേഷണമാണ് നിങ്ങൾ സാധ്യമാക്കിയത്? ഗവേഷണ സ്വഭാവമുള്ള ഒരു പഠന പ്രവർത്തനമായിരിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതുവഴി എന്തോ ഒരു ഗവേഷണം നിങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. അതെന്തായിരുന്നു എന്ന് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പോട്ടെ, അത് വേണ്ട. നിങ്ങളുടെ സ്കൂളിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഒരു ശക്തി മേഖലയായി ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് കാരണം? ഞങ്ങൾ ഊർജ്ജതന്ത്രത്തിൽ നടത്തിയിരുന്ന ഗവേഷണ സ്വഭാവമുള്ള ഒരു പ്രവർത്തനമായിരുന്നു അഞ്ചുകുഴി മൈക്രോ ഹൈഡൽ പ്രോജക്റ്റിൻ്റെ. ഊർജ്ജതന്ത്രത്തിൽ എന്തായിരുന്നു അത്? കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അഞ്ചുകുഴി എന്ന സ്ഥലത്തെ മണിമലയാറിന്റെ കൈവരിയായ കാര്യത്തോട്ടിൽ അഞ്ചുകുഴി എന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ഒരു മൈക്രോ ഹൈഡൽ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ഇതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ ചേട്ടന്മാർ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒരു പാഠത്തിനെ ആസ്പദമാക്കിയായിരുന്നു. ആ പാഠത്തിൽ വൈദ്യുത ഉൽപാദനം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്, പവർ ഗ്രിഡ് മുതലായ പഠിക്കാനുണ്ടായിരുന്നു. ഇടപെട്ടോട്ടെ, നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയാമോ? അവിടെ നിന്ന് എത്ര വൈദ്യുതി കിട്ടും എന്ന് കണക്കാക്കി നോക്കിയോ? 50 കിലോവാട്ട് എന്ന് ഇവിടെ പറയുണ്ടായി. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? അഞ്ചുകുഴി എന്ന സ്ഥലത്ത് ഞങ്ങൾ ആദ്യം പോയി അവിടെ പഠനം നടത്തി. എന്ത് പഠനം നടത്തി? ആ പ്രദേശം ആദ്യം പോയി സന്ദർശിച്ചു. ഈ 50 കിലോവാട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിനൊരു ഇത്തിരി കണക്കൂട്ടലൊക്കെ വേണമല്ലോ അല്ലേ? അത് നിങ്ങൾ കണക്കൂട്ടിയതാണോ അതോ വേറെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയതാണോ? ഞങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകരുമായി ചർച്ച ചെയ്ത്. അതെ. അപ്പോൾ ഈ 50 കിലോവാട്ടിൽ എങ്ങനെ എത്തി? അതിനുവേണ്ടി എന്തെല്ലാം നിങ്ങൾ അളന്നു? ഞങ്ങൾ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ആരംഭം മുതൽ. പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടോ നിങ്ങൾ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ പെൻസ്റ്റോക്ക് ഇല്ലല്ലോ നിങ്ങൾ പോയ സ്ഥലത്ത്? ഇല്ല. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ? ഉള്ളൂ. അവിടെ നിങ്ങൾ എന്താ അളന്നത്? അവിടെ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ. അവിടെ പെൻസ്റ്റോക്ക് ഇല്ലല്ലോ. പെൻസ്റ്റോക്ക് പൈപ്പിന്റെ നീളം. അയ്യോ, അവിടെ പെൻസ്റ്റോക്ക് ഇല്ലല്ലോ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ അവിടെ അളക്കുക? അതിന്റെ നീളം കണക്കാക്കുക. ആരുടെ നീളം? പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് ഇല്ല. പെൻസ്റ്റോക്ക് പൈപ്പിന് പിന്നെ പെൻസ്റ്റോക്ക്. വേറെ ആരെങ്കിലും പോയിരുന്നു അരവിന്ദിന്റെ കൂടെ? അരവിന്ദിന് പെൻസ്റ്റോക്ക് കടക്കാൻ പറ്റുന്നില്ല. സാരമില്ല, പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലേ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി. എനിക്ക് വളരെ എന്നെ ആകർഷിച്ചത് കെട്ടിട നിർമ്മാണത്തിൽ ആശാരിമാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി
ഗണിത ആശയങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഗണിതമായിട്ടുള്ള ബന്ധമുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടിരുന്നോ? മാത്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ജിയോ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് നിർമ്മിച്ചു. ഏത് രീതിയിലാണ് നിർമ്മിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞങ്ങൾ ആദ്യമേ 2 സെന്റിമീറ്റർ വീതമുള്ള 10 കോളങ്ങൾ ആദ്യമേ വെർട്ടിക്കലായിട്ടും പാരലായിട്ടും വരച്ചു. അതിനുശേഷം ഓരോ പോയിന്റിലും പിന്നുകൾ. അത്ര വിശദാംശങ്ങളിലേക്ക് പോകണ്ട. ഇവിടെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും എഴുതി അയച്ചിരിക്കുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ ആശാരിമാരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആരും അത് പറയാം? അധ്യാപന സാർ തന്നെയാണോ പറയുന്നത്? ഞാൻ ഗണിതശാസ്ത്ര അധ്യാപനാണ് അതിന് നേതൃത്വം നൽകിയത്. ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കാം, 9ാം ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, എന്നാൽ പൈത്തഗോറസ് എന്ന് കേട്ടിട്ടുണ്ടോ? പൈത്തഗോറസിന്റെ ഗണിത സിദ്ധാന്തം എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടന്യൂസ്. ധൃതി പിടിക്കേണ്ട, ആലോചിച്ച് മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ അത്. അതെ, മോള് പഠിച്ചതാ ഇംഗ്ലീഷിലോ മലയാളത്തിലോ. ചിലപ്പോൾ ഇപ്പൊ കിട്ടാത്തതാണ്. സാരമില്ല, അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ കണ്ടതാണ്. ഒരു പാർലമെന്റ്, ഒരു മോഡൽ പാർലമെന്റ് ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും പ്രത്യേക ഒക്കേഷനിലാണോ അത് നടക്കുന്നത്, അതോ പൊതുവായിട്ട് ഇടയ്ക്കൊക്കെ എങ്ങനെയാണത്? സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് യൂത്ത് പാർലമെന്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ജനാധിപത്യത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിരക്തി ഒഴിവാക്കാൻ വേണ്ടിയാണ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. നല്ല രസകരമായൊരു അനുഭവമാണ് അതല്ലേ? അതെ. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ടോ? എല്ലാ ക്ലാസ്സിലെയും കുട്ടികളില്ല, ചില ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ തന്നെ 2-3 പേര് ഉണ്ട്. 2-3 പേരെ പ്രതിനിധികളായിട്ട് കൊണ്ടുവന്നിട്ട് പാർലമെന്റിന്റെ ഒരു മോഡൽ സൃഷ്ടിക്കുക. അല്ല, ഞാൻ കണ്ടപ്പോൾ വളരെ നന്നായിട്ട് തോന്നിയത്. കാരണം കുട്ടികൾ ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തെ പറ്റി കൂടെ ചിന്തിക്കുമല്ലോ. നമ്മളുടെ രാഷ്ട്രീയം അല്ലേ, നമ്മൾ ഈ പഠനം എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് മുറിക്കുള്ളിൽ, അതുപോലെ നിങ്ങളിവിടെ തന്ന ഈ പ്രോജക്റ്റുകളെ പിന്തുടർന്ന് ഇങ്ങനെ പിരിമുറുക്കത്തോടു കൂടി ജീവിക്കുക മാത്രമല്ലല്ലോ, അതിന് പുറത്തുള്ള എന്താണ് നമ്മുടെ സംസ്കാരമുണ്ട്, കലകളുണ്ട്, ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അപ്പം ഇതിലേക്കെല്ലാം നിങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കാനനപാതയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്കൂള് നിങ്ങളുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അതിൽ താല്പര്യം കാണിക്കണം. കാരണം തീർച്ചയായിട്ടും ആ അഴുതയും അതിന് മേലെയുള്ള കാടുകൾ മുഴുവനും പൊല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ധാരാളം പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടുന്നുണ്ട്. അതിന് വനം വകുപ്പും ഒക്കെ അവരുടേതായ പണികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റോൾ അതിൽ വഹിക്കാൻ പറ്റണം. അതിൽ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്നത് തടയാനായിട്ട് ഈ പറയുന്ന പല ഭാഷകളിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്ത് അവരെ ബോധവൽക്കരിക്കുന്ന നല്ല പരിപാടിയാണ്. വേണമെങ്കിൽ ആ സീസൺ സമയത്ത് നിങ്ങൾ കുറേ വളണ്ടിയേഴ്സ് അവിടെ സ്ഥിരമായിട്ട് ആ പാതയിൽ നടന്ന് ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് അയ്യപ്പ ഭക്തർ നടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇനി സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 80.6 out of 100.